ഇതാണ് ലഹരി അല്ലേ? മിസ്റ്റർ, ഇന്നലെ വൈകിട്ട് തൊട്ട് നീ വളരെ രഹസ്യമായിട്ട് മേപ്പോട്ട് പോകുന്നു, താപ്പോട്ട് വരുന്നു, വിളിച്ചാൽ വിളിയേക്കത്തില്ല, ഭയങ്കര പരിപാടിയായിരുന്നു. പക്ഷെ ഞാനിപ്പോഴേ ഈ സംഭവം ഞാൻ കണ്ടപ്പോൾ അച്ഛനത് വീഡിയോ എടുക്കണമെന്ന് തോന്നി. കാരണം നീ രഹസ്യമായി ചെയ്തത് എന്താണെന്ന് സത്യം ഒരച്ഛനായിട്ട് ഇങ്ങോട്ട് നോക്കടാ, ഒരച്ഛനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ മോൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് എന്തോ ഞാൻ കുറേ നേരം ദേഷ്യപ്പെട്ടൊക്കെ വിളിച്ചെന്തോ ആവശ്യത്തിനൊക്കെ അല്ലേ. പക്ഷെ നീ മേളി എന്തെടുക്കുമായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോഴാണ് കണ്ടത്. റിയലി പ്രൗഡ്. ഇത് കണ്ടോ കൂട്ടുകാരെ, ആശാൻ ഇന്നലെ കയറിയതാണ് ഇന്നത്തിൽ. ഇടയ്ക്ക് മേളിൽ പോകും, വരും, താഴെ വരും. പക്ഷെ എന്തോ ഞാനൊന്നും നോക്കിയില്ല. ആശാൻ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ്. ഇതെന്താണെന്ന് അതുകൊണ്ട് തന്നെ ചോദിക്കാം. ഇതിപ്പോൾ ഒരു 4 റോഡാണ്. ഇതിലെ ഒരു റോഡ്, ഇതിലെ ഒരു റോഡ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യ്, ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യ്. ഇത് ബാറ്ററിയുടെ റോഡ്, ജീപ്പ്, ബസ്, ബീച്ച്. ഏതാ ബീച്ച്? ഇത് എന്റെ ദൈവം, ബീച്ച് കണ്ടോ? ഇരിക്കുന്ന സാധനമില്ലേ, ഇതുണ്ടാക്കാൻ കുറച്ച് പാൽ വിട്ട്. കസേര, അത് കസേര അല്ലേ? അത് ഇത് മരം. പക്ഷെ ഈ ഷാർട്ടിന് ഇല്ലതുണ്ട്. ട്രക്ക് അത് മലയും കുളവും ടെന്റും. സൂപ്പറാ, സത്യമായിട്ടും ഒരുപാട് സന്തോഷം കേട്ടോ. ഇത് മീനാ? എന്ത് സാധനം അത്? എങ്ങനെ അത് ഉണ്ടാക്കാതെ ഇടുന്ന സാധനം അത്? അടിപൊളി. നിനക്ക് ഇതാണ് ലഹരി അല്ലേ? ഇതാണ് ലഹരി. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല കുഞ്ഞെ, ഇന്ന് നിന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ലഹരി എന്നുള്ളതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞിന് ഇതാണ് ലഹരി എന്നറിഞ്ഞതിൽ ഒരച്ഛനായ എനിക്ക് ഒരുപാട് സന്തോഷം. സത്യമായിട്ടും റിയലി എൻ്റെ മനസ്സിന് ഞാൻ പറയാം, ഇത് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ റോഡുണ്ടാക്കി. എന്നോട് മോൾ ഇന്നലെ പറഞ്ഞു, കുഞ്ഞാണെന്തോ റോഡുണ്ടാക്കുവാന്ന്. ഇനി വാ, ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ചക്കര